കണ്ടോ? ഇവളിങ്ങനെ ഉഴപ്പിയാലൊന്നും പറ്റില്ല. ഇതേ ഇവിടെയുള്ള കളിയല്ല, തേറ്റി കളിക്കാനുള്ളതാ. അച്ഛനൊന്നും മിണ്ടായി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് മതി, ഏറ്റാ മതി. എടീ, അവളുടെ കോൺഫിഡൻസ് ഉണ്ടോ? അപ്പോഴേ നീ പോയി ഒരു ജ്യൂസ് എടുക്കുന്നു കൊടുക്കുക. അവൾക്ക് നീ സ്റ്റാമിന ഉണ്ടാവട്ടെ. ഇപ്പൊ കൊണ്ടുവരാം. അടേ അടേ കൊള്ളാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. അവൾ ആള് പിടിക്കുകയാണ്. അവളെൻ്റെ മോളാണ്. ജ്യൂസ് കൊണ്ടടേ. എടി, നിന്റെ ഫയലിൽ എന്നാ? അത് 2 മാസം കഴിഞ്ഞല്ലോ അച്ഛാ. വലിയ കുഴപ്പമാണല്ലോ. എന്താ മടി? നന്നായിട്ട് ശ്രദ്ധിച്ച് കളിക്ക്. മോളെ, എന്ത് പറ്റേ? മോളെ എഴുന്നേറ്റേ. ഇത്തിരി വെള്ളം കൊണ്ട്, വെള്ളം വെള്ളം കളിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കുഴഞ്ഞങ്ങ് വീണു. ഞാനിവിടെ നിൽക്കുമായിരുന്നല്ലോ. അയ്യോ, എന്തോ തലയിറ്റതാ. ഈ വെയിൽ കൊണ്ടിട്ടായിരിക്കും. അവൾക്ക് എങ്ങനെയുണ്ട്? അവൾ ഉറങ്ങുക, നന്നായിട്ട് ഉറങ്ങട്ടെ. എന്താണ് ഇപ്പം ഇന്നാൾ ഇതുപോലെ ഒരിക്കലും ഉണ്ടായില്ലോ. ഒരു ഉഷാറ് കുറവ്, മൊത്തത്തിൽ അവളൊരു ഡള്ളായി മറ്റുണ്ട്. ഇവിടെ പല പ്രാവശ്യം ഇങ്ങനെ തല ഇറങ്ങി വീണ കേട്ടാ. അതല്ലേ? അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ. ഇന്നാൾ കേരള ടീമിന് വേണ്ടി ഫുൾ ചെക്കപ്പ് നടത്തിയതല്ലേ. സ്കാനിങ് ഉൾപ്പെടെ എല്ലാം അവർ ചെയ്തു, ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു, ഒരു കുഴപ്പവും കണ്ടില്ല. അപ്പോൾ പിന്നെ ആശുപത്രിയുടെ കേസല്ലല്ലോ ഇത്. ഇനിയിപ്പോൾ എന്താ ചെയ്യണം നമ്മൾ? ഞാനൊരു കാര്യം പറഞ്ഞെന്ന് കേൾക്കണം. എൻ്റെ സുഹൃത്താ നാരായണൻ ഇന്നാൾ പറഞ്ഞേ, അവൻ്റെ മകൾക്ക് ഇതുപോലെ പഠിത്തത്തിന് വളരെ മോശമായി, ഒരു കാര്യത്തിന് ശ്രദ്ധയില്ലാത്ത അവസ്ഥയ്ക്ക് വന്നു. എന്നിട്ട് ഈ തൊടുപുഴ അടുത്ത് എന്താണ് കലൂര് പേരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്. അതൊരു നാഗരാജ ക്ഷേത്രമാണ്. അവിടെ ഒരു പ്രത്യേക വഴിപാടുകളും പൂജയൊക്കെ ഉണ്ട്. അതിൽ ഇങ്ങേര് പോയി പങ്കെടുത്തു. ഈ കൊച്ചിനെ 3-4 പ്രാവശ്യം അവിടെ കൊണ്ടുപോയി. അതിനുശേഷം ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി. നമുക്ക് അവിടെ വരെ ഒന്നും കൊണ്ടുപോയാലോ അവളെ. നീ അവളോടത് പറഞ്ഞ് ശരിയാക്കി എടുക്കുക, ഒട്ടും താമസിക്കണ്ട കേട്ടോ. ശരി കേട്ടോ, നമുക്ക് പോവാം. ഞാൻ അവളോടൊന്ന് പറയട്ടെ കേട്ടോ. ഹലോ. നമസ്കാരമുണ്ട്. ശ്രീകൃഷ്ണവാസി ജ്യോതിശാലിന്ന്. സുഭാഷ് ചന്ദ്ര ഗുരുനാഥനെ വിളിക്കുന്നു. ഓക്കെ. എപ്പോഴും രോഗം അല്ലേ? അത് നമുക്ക് തടസ്സം മാറ്റുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. ഭൂമി തർക്ക കയ്യിലൊക്കാരൊക്കെ ആയിട്ട്. അതെ. അപ്പോൾ അതിൽ നിന്ന് ഒന്നാണ് പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ആഹ്വാന പൂജയിൽ വരണം. അതിനെന്താ, വിശ്വാസം വരുത്താൻ വേണ്ടി പേരാളത്തപ്പൻ തട്ടം വയ്ക്കാം. പിന്നെ മഹാദേവന് ധാരം വരാം. നവനീതനപയ്ക്ക് 21. അത് ചെയ്യുമ്പോൾ കുറേ മാറ്റം വരും. പിന്നെ വന്നോളും. അപ്പോൾ ആഹ്വാന പൂജയ്ക്ക് പൈസ അടച്ച് വരാം കേട്ടോ. ധൈര്യമായിട്ട് വന്നോ, നമുക്ക് മാറ്റി തരാം കേട്ടോ. വരുമ്പോൾ പിന്നെ അതിൻ്റെയോടൊപ്പം എടുത്ത വാസ്തവചാര്യം വന്ന് നോക്കും. പിന്നെ ധർമ്മദേവത പ്രീതി വരുത്തും, പ്രായച്ചിത് പേരടിക്കും. എല്ലാം ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഓക്കെ, ശരി, താങ്ക് യു. എന്നാൽ പൈസ അടച്ച് ബുക്ക് ചെയ്തോളൂ. ശരി. മണ്ണിൽ പിറന്നു വളരുന്ന വേളയിൽ ചൊല്ലി നൽകിയിടുന്നു ആചാരപ്പെരുമകൾ. മാതാപിതാക്കൾ, ഗുരുക്കൾ, സമൂഹവും നേർവഴി നൽകി
വളർത്തുന്നു നമ്മളെ. അറിഞ്ഞൊരാചാരങ്ങൾ ശരിയെന്നു ധരിച്ചു നാം പിന്തുടർന്നെത്തുന്നു ജീവിത പാതയിൽ. മന്നൻ ഭരിച്ചൊരു കാലത്തു തന്നിലും ആചാരപ്പെരുമയിൽ നശിച്ചൊരു ജനതതി. പരദേശിയർ വന്നു അറിവുകൾ നൽകിയും വിദ്യകൾ തേടി കടലുകൾ താണ്ടിയും മനുഷ്യതൻ സ്വാതന്ത്ര്യം എന്തെന്നറിഞ്ഞതും ഈശ്വരൻ നൽകുന്ന സ്വാതന്ത്ര്യമേവർക്കും തുല്യമാണെന്നറിഞ്ഞു വളർന്നതും ജാതീയവേരിയിൽ തകർന്നൊരു വിഷകുരൻ തേടി കണ്ടെത്തിയ ആത്മീയ പാതയിൽ. നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട്, ഞാൻ 2008 മുതലാണ് ആവാഹന പൂജ ആരംഭിച്ചത്. അപ്പോൾ 2008 മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, UK നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും. ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട്. അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ജാതി പറഞ്ഞു, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളിനെ ഒരിക്കലും ഇങ്ങനെ വരില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആവാഹന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും. അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ ആവാഹന പൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീല് വരുമ്പോൾ അവർ തിരിച്ചറിയും. അങ്ങനെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലൊന്ന് മാറ്റാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട്. 27 ദേവതകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ്. ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാന്റെ പത്തിയിലുള്ള 26 ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല. ഇവിടെ ഷർട്ടൊന്നും ഊരണ്ട, ജാതിമത ഭേദങ്ങളില്ല, എല്ലാവർക്കും തുല്യതയാണ്. എല്ലാ ആളുകൾക്കും ഭഗവാന്മാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്.